ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂലകത്തിന്റെ അശ്രദ്ധമായ കൈകാര്യം മൂലം ചരിത്രത്തിൽ സംഭവിച്ച ഭയാനകരമായിട്ടുള്ള ഒരു സംഭവം. ഇന്ന് നമ്മൾ കാണുന്ന പല സുരക്ഷാ നടപടികളും നടപ്പിലാക്കാൻ കാരണക്കാരായ യുവതികൾ, റേഡിയം ഗേൾസ്. 1920കളിൽ അമേരിക്കയിൽ തിളങ്ങുന്ന തരത്തിൽ റേഡിയം ഉപയോഗിച്ച് വാച്ചിന്റെ ഡയൽ പെയിന്റ് ചെയ്യുന്ന യുവതികളായിരുന്നു റേഡിയം ഗേൾസ്. അക്കാലത്ത് പൊതുവെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ അതോടൊപ്പം ഈ സ്ത്രീകളോട് പറഞ്ഞിരുന്നതും റേഡിയം സുരക്ഷിതമാണ്, അത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നായിരുന്നു. പക്ഷേ സത്യം അതല്ല. ഇരുട്ടത്ത് തിളങ്ങുന്ന റേഡിയേഷൻ പുറത്തുവിടുന്നുണ്ട്. ഓരോ സമയവും ഡയൽ പെയിന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെയിന്റ് ബ്രഷ് അവർ നാവ് ഉപയോഗിച്ച് നേർപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റേഡിയം അവരുടെ ശരീരത്തിന്റെ ഉള്ളിലോട്ട് ചെല്ലും. ഇതിന്റെ റേഡിയേഷൻ ആണെങ്കിലോ വർഷങ്ങളോളം അവരുടെ ശരീരത്തിൽ നിലനിൽക്കുകയും ചെയ്യും. പല്ലുകൾ കൊഴിഞ്ഞു പോരുക, താടിയിൽ പറഞ്ഞു പോരുക, പലവർക്കും മരണം വരെ സംഭവിച്ചു. ആദ്യമൊക്കെ കമ്പനികൾ ഈ കുറ്റം നിഷേധിച്ചുവെങ്കിലും അവർ പിന്മാറിയില്ല. അവർ കോടതിയെ സമീപിച്ചു, മരണത്തിനോട് പോരാടി. റേഡിയം വിഷബാധ അതൊരു അപകടമല്ലായിരുന്നു, അത് അറിഞ്ഞിട്ടും മറച്ചു വെച്ച ഒരു കുറ്റകൃത്യമായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് റേഡിയം കോർപ്പറേഷൻ എന്ന കമ്പനിയിലാണ് യുവതികൾ ജോലി ചെയ്തിരുന്നത്. റേഡിയം പോയിസണിംഗ് കാരണം മരണപ്പെടുന്ന ഓരോ യുവതികൾക്കും സിഫിലിസ് എന്ന ഒരു ലൈംഗികമായി പകരുന്ന അണുബാധ എന്ന് എഴുതി തള്ളുകയാണ് അവർ ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അവരുടെ അഭിമാനത്തെയും ബാധിക്കുമല്ലോ. അതേസമയം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മെയിൽ വർക്കേഴ്സിന് ചെറിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ എങ്കിലും അവർ നൽകിയിരുന്നു. ഇന്നും കല്ലറകൾക്കുള്ളിൽ അവരുടെ ശരീരം റേഡിയോ ആക്റ്റീവ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്.